ഹലോ എല്ലാവർക്കും നമസ്കാരം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTO. നമ്മളെല്ലാവരും പത്രത്തിലും ടിവിയിലുമൊക്കെ എപ്പോഴും കേൾക്കുന്നൊരു പേരാണല്ലോ ഇത്, അല്ലേ? പക്ഷേ ശരിക്കും എന്താണിത്? ഈ ലോകം മുഴുവൻ നടക്കുന്ന വ്യാപാരമെന്ന വലിയ കളിയുടെ റൂൾസ് ആരാണ് ഉണ്ടാക്കുന്നത്? ആ റെഫറിയുടെ വിസിലിന് പിന്നിലെ കഥ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ലോക വ്യാപാരത്തിന് ഒരു നിയമവും ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഓരോ രാജ്യവും അവരവർക്ക് തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യും. വലിയ സാമ്പത്തിക ശക്തികൾ ചെറിയ രാജ്യങ്ങളെ ഞെരിക്കും. ആകെ ഒരു ബഹളം, അല്ലേ? അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് നമുക്ക് WTO പോലെ ഒരു റഫറിയുടെ ആവശ്യം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ WTO ആണ് ഈ കളിയുടെ റഫറി. കളി റൂൾസ് അനുസരിച്ചാണോ പോകുന്നതെന്ന് നോക്കുക. എല്ലാവർക്കും കളിക്കാൻ ഒരേപോലത്തെ അവസരം കൊടുക്കുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പണി. ലക്ഷ്യമൊന്നു മാത്രം: വ്യാപാരം സ്വതന്ത്രമായി, അതേസമയം നീതിയുക്തമായി നടക്കണം. ഇതിന്റെ ചരിത്രം നോക്കിയാൽ 1947 ഗാറ്റ് എന്നൊരു കരാറിലാണ് ഇതിന്റെ തുടക്കം. പക്ഷെ ഇന്നത്തെ രൂപത്തിലുള്ള WTO ഔദ്യോഗികമായി വരുന്നത് 1995 ജനീവയിൽ. അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ തുടക്കം മുതലേ, ആ ഒന്നാം ദിവസം മുതലേ ഇന്ത്യ ഒരു സ്ഥാപക അംഗമായി അതിന്റെ ഭാഗമായിരുന്നു. ഇന്നാണെങ്കിൽ 164 രാജ്യങ്ങൾ ഈ ഓർഗനൈസേഷനിലുണ്ട്. ശരി, അപ്പോൾ ഈ റഫറിയുടെ റൂൾ ബുക്കിൽ എന്തൊക്കെയാണുള്ളത്? എങ്ങനെയാണ് WTO ഈ ലോക വ്യാപാരത്തെ നിയന്ത്രിക്കുന്നത്? നമുക്കൊന്ന് വിശദമായി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് WTOയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് നോക്കിയാൽ, 1. രാജ്യങ്ങൾ തമ്മിലുള്ള ഇറക്കുമതി തീരുവ് പോലത്തെ തടസ്സങ്ങൾ കുറയ്ക്കുക. 2. രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരത്തിന്റെ പേരിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് സമാധാനപരമായി പരിഹരിക്കുക. പിന്നെ വികസ്വര രാജ്യങ്ങളെ സാമ്പത്തികമായി വളരാൻ സഹായിക്കുക. ഇതെല്ലാം ചേരുമ്പോൾ ലോകസാമ്പത്തിക രംഗത്ത് ഒരു സ്ഥിരതയും പ്രവചനാത്മകതയും വരുന്നു. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: WTO ഒരു ലോക ഗവൺമെന്റ് ഒന്നുമല്ല. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് വോട്ടിനിട്ടല്ല. പകരം 164 അംഗങ്ങളും ഒരുമിച്ച് ചർച്ച ചെയ്ത് എല്ലാവരുടെയും സമ്മതത്തോടെയാണ്. സമവായമാണ് ഇവിടുത്തെ രീതി. എന്നാൽ ഒരു തർക്കത്തിൽ WTO ഒരു വിധി പറഞ്ഞാൽ അത് പിന്നെ എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. അത് നിർബന്ധമാണ്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ ആരെങ്കിലും ലംഘിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെയാണ് WTOയുടെ ഏറ്റവും വലിയ പവർ നമ്മൾ കാണുന്നത്. അതാണ് അവരുടെ തർക്കപരിഹാര സംവിധാനം. ഇതിന് വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യം, പ്രശ്നമുള്ള രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കും. അത് നടന്നില്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് പാനൽ ആ കേസ് കേൾക്കും. അവസാനം ആ പാനൽ ഒരു വിധി പറയും. ആ വിധി ഫൈനലാണ്, ഒരു ഫൈനൽ വിസിൽ പോലെ. അത് എല്ലാവരും അനുസരിക്കണം. വലിയ വ്യാപാര യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, WTO എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പക്ഷേ ഇതൊക്കെ കൊണ്ട് ആർക്കാണ് ഗുണം? ഈ റൂൾസും നിയമങ്ങളുമൊക്കെ സാധാരണക്കാരായ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരു വലിയ കാഴ്ചപ്പാടിൽ നോക്കിയാൽ WTO ലോക സമ്പദ്വ്യവസ്ഥയെ വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. വ്യാപാരത്തിലുള്ള തടസ്സങ്ങൾ കുറഞ്ഞപ്പോൾ കൂടുതൽ രാജ്യങ്ങൾക്ക് അവസരങ്ങൾ കിട്ടി. പിന്നെ വ്യക്തമായ നിയമങ്ങളുള്ളതുകൊണ്ട് ഒരുതരം സ്ഥിരത വന്നു. ഇത് ബിസിനസ് ചെയ്യാനും നിക്ഷേപം നടത്താനുമൊക്കെ സഹായകമായി. പക്ഷേ ഈ കളിക്കളത്തിൽ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നല്ല. ഒരു വശത്ത് അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങൾ. അവർക്ക് വേണ്ടത് അവരുടെ വലിയ കമ്പനികൾക്ക് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങളാണ്. മറുവശത്ത് ഇന്ത്യയെപ്പോലുള്ള വികസ്വര രാജ്യങ്ങൾ. നമുക്ക് പ്രധാനം നമ്മുടെ കർഷകരെയും സാധാരണക്കാരെയും സംരക്ഷിക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നതൊക്കെയാണ്. ഇവിടെയാണ് താൽപ്പര്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈയൊരു പ്രശ്നം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കാം. വികസ്വര രാജ്യങ്ങളുടെ ഒരു നേതാവ് എന്ന നിലയിൽ ഇന്ത്യ WTOയിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു, 164 രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് മാത്രം. പക്ഷേ ഇന്ത്യ വെറുമൊരു നമ്പറല്ല. വികസ്വര രാജ്യങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്ന ഏറ്റവും ശക്തമായ ശബ്ദങ്ങളിലൊന്ന് ഇന്ത്യയുടേതാണ്. അപ്പോൾ WTOയിലെ ഇന്ത്യയുടെ റോൾ എന്താണ്? ഇന്ത്യ എപ്പോഴും വികസ്വര രാജ്യങ്ങളുടെ ഒരു ലീഡറായിട്ടാണ് നിന്നിട്ടുള്ളത്. അത് കൃഷിയുടെ കാര്യത്തിലായാലും മരുന്നുകളുടെ കാര്യത്തിലായാലും ശരി. പലപ്പോഴും ഒരു കൂട്ടം രാജ്യങ്ങളെ നയിക്കുന്നത് ഇന്ത്യയായിരിക്കും. നിയമങ്ങൾ നമുക്കെതിരാണെന്ന് തോന്നുമ്പോൾ ആ തർക്കപരിഹാര സംവിധാനത്തെ ഇന്ത്യ ശക്തമായി ഉപയോഗിക്കാറുമുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു തലവേദന കൃഷിയുടെ കാര്യത്തിലാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ അവരുടെ കർഷകർക്ക് ഭീമമായ സബ്സിഡികൾ കൊടുക്കുന്നു. അപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. ആ ഉൽപ്പന്നങ്ങൾ ലോക മാർക്കറ്റിൽ വരുമ്പോൾ അത്രയൊന്നും സബ്സിഡിയില്ലാത്ത നമ്മുടെ കർഷകർ എങ്ങനെ ഇവരുമായി മത്സരിക്കും, അല്ലേ? ഈയൊരു വ്യത്യാസം അത് വളരെ വലുതാണ്. വികസിത രാജ്യങ്ങൾ കൊടുക്കുന്ന ഭീമമായ സബ്സിഡി കാരണം കളിക്കളം എല്ലാവർക്കും തുല്യമല്ലാതായി മാറുന്നു. ഇത് ശരിയായൊരു കളിയല്ല. ഇതാണ് ഇന്ത്യയുടെ ഉറച്ച നിലപാട്. കൃഷി കഴിഞ്ഞാൽ അടുത്ത വലിയ പ്രശ്നം വരുന്നത് മരുന്നുകളുടെ കാര്യത്തിലാണ്. ട്രിപ്സ് എന്ന് പറയുന്നൊരു കരാർ പ്രകാരം പുതിയ മരുന്നുകൾക്കൊക്കെ പേറ്റന്റ് സംരക്ഷണമുണ്ട്. ഇത് നല്ലതാണ്,
പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടാകാൻ ഇത് സഹായിക്കും. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന ഇന്ത്യയ്ക്ക് കുറഞ്ഞ വിലയിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ഉണ്ടാക്കാൻ ഈ പേറ്റന്റ് നിയമങ്ങൾ ചിലപ്പോൾ ഒരു തടസ്സമാകാറുണ്ട്. ശരി, ഇതൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ. ഇനി എന്താണ് WTOയുടെ ഭാവി? ലോകം മാറുകയാണ്. വ്യാപാരത്തിന്റെ രീതികളും മാറുകയാണ്. ഈ പുതിയ വെല്ലുവിളികളെ നേരിടാൻ ഈ പഴയ റഫറിക്ക് സാധിക്കുമോ? ഈ വെല്ലുവിളിയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ദോഹ ചർച്ചകൾ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകാനായി 2001 തുടങ്ങിയതാണ്. എന്നാൽ 20 വർഷത്തിൽ കൂടുതലായി. എന്നിട്ടും ഈ ചർച്ചകൾ എവിടെയും എത്തിയിട്ടില്ല. 164 രാജ്യങ്ങളെ ഒരുമിച്ച് ഒരു കാര്യത്തിൽ സമ്മതിപ്പിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഇന്ന് വെല്ലുവിളികൾ പുതിയതാണ്. ആമസോൺ, ഗൂഗിൾ പോലുള്ള ഡിജിറ്റൽ വ്യാപാരങ്ങൾക്ക് പുതിയ നിയമങ്ങൾ വേണം. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതികൾ പോലുള്ള കാര്യങ്ങളെ എങ്ങനെ ഈ നിയമങ്ങളിൽ ഉൾക്കൊള്ളിക്കും? ലോകം മാറുന്നതിനനുസരിച്ച് പ്രസക്തി നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകുക. അതാണ് WTOയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ കളി. അപ്പോൾ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണ് എത്തുന്നത്. ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വ്യാപാരമെന്ന ഈ വലിയ കളിയെ എല്ലാവർക്കും ഒരുപോലെ നീതിയുക്തമാക്കാൻ ഈ ഒരൊറ്റ റഫറിക്ക് കഴിയുമോ? ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് ഒരുപക്ഷെ ലോകവ്യാപാരത്തിന്റെ തന്നെ ഭാവിയിരിക്കുന്നത്. ഈ ഒരു ചിന്ത നിങ്ങളിൽ ഓരോരുത്തരിലും ഞാൻ വിട്ടുതരുന്നു. ഇന്നത്തെ ഈ വിവരണം നമുക്കിവിടെ അവസാനിപ്പിക്കാം.